വിശ്വ ഹിന്ദു പരിഷത്ത് അതിൻ്റെ 60 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ആഘോഷങ്ങൾ ലോകമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ വളരെ സുസ്ഥിരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ധർമ്മരക്ഷയ്ക്കായും സാമാജിക ഏകോപനത്തിനായും രാഷ്ട്രനിർമ്മാണത്തിനായും സ്വത്വം വീണ്ടെടുക്കുന്നതിനായുമൊക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയിട്ടുള്ളത്. ഓരോ മേഖലയിലും ഏതെങ്കിലും തരത്തിൽ ധാർമ്മികമായ മൂല്യച്യുതികൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഇടപെട്ടുകൊണ്ട് സമാജത്തെ അതിൻ്റെ പങ്കാളിയാക്കിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിക്കൊണ്ടു പോകുന്നത്. അതിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു ഉദാഹരണം ശ്രീരാമ ജന്മഭൂമി സ്ഥാനം വീണ്ടെടുക്കൽ. ദീർഘകാലം വൈദേശിക അടിമത്തത്തിൻ്റെ സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഒക്കെ നിന്ദാപരമായ ഓർമ്മകളും ചുമന്നുകൊണ്ടാണ് രാജ്യം നിലനിന്ന് വന്നിരുന്നത്. പക്ഷേ സംഘടന രാമജന്മഭൂമി സ്ഥാനം വീണ്ടെടുക്കണം എന്ന നിശ്ചയത്തോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി രാഷ്ട്രം മുഴുവൻ, സമാജം മുഴുവൻ ഒത്തൊരുമയോടുകൂടി സംഘടനയുടെ പിന്നിൽ നിൽക്കുകയും അതിൻ്റെ പേരിൽ വലിയൊരു ഏകോപനം സാധ്യമാക്കുകയും ആക്കാൻ കഴിയുകയും ചെയ്തു. രാജ്യത്തെമ്പാടും അതിൻ്റെ അലയലുകൾ വന്നു. അതിവിടെ നിൽക്കുന്നത് രാജ്യത്തിന് അപമാനകരമാണ് എന്ന ബോധ്യം. ഞാൻ പറഞ്ഞത് വൈദേശിക സ്മാരകം, അവർ നമ്മെ കീഴ്പ്പെടുത്തിയതിൻ്റെ സ്മാരകം നിലനിൽക്കുന്നത് വലിയ ലജ്ജാകരമാണ് എന്ന ബോധം സമാജത്തിനൊന്നാകെ വന്നതിൻ്റെ ഫലമായിട്ടാണ് ആ സ്മാരകം തകർക്കപ്പെടുകയും തത്സ്ഥാനത്ത് നിയമത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സമാജം ഒത്തൊരുമയോടുകൂടി ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് എന്ന ബോധ്യം ഭരണാധികാരികളെ അറിയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചത്. ഫലമായി ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നു നമ്മുടെ ശ്രീരാമ സ്ഥാനം അവിടെ നമുക്ക് അനുവദിക്കപ്പെട്ട് കിട്ടി. അവിടെ നമ്മൾ ഭവ്യമായ ക്ഷേത്രം നിർമ്മിച്ചു എന്നത് മാത്രമല്ല, അതിൻ്റെ ഫലമായി സംഘടനയുടെ ഒരു സ്വരൂപം ശക്തിപ്പെടുന്നതിന് ഇടയായി. സംഘടനയുടെ എല്ലാ വിഭാഗങ്ങളും, ഹൈന്ദവ സംഘടനകളിൽ ഏറ്റവും മുഖ്യമായിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പരിവാർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും ഒരു ഏകോപനവും വളർച്ചയും ഇതുവഴി സാധ്യമായി. വാസ്തവത്തിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അത് നാമമാത്രമായി നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അതിശക്തമായ നിലയിലേക്ക് വളരുകയും രാഷ്ട്രത്തിൻ്റെ ഭരണം വരെ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുകയും ചെയ്തതിന് പിന്നിൽ ഈ ശ്രീരാമ ജന്മസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അപ്പോൾ വലിയൊരു ഏകോപനം നമുക്ക് അതുവഴി സാധ്യമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് മേഖലകൾ പ്രവർത്തിക്കുന്നത്, വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തിക്കുന്നത് നോക്കിയാൽ സമാജത്തിനകത്ത് ഒരൈക്യമുണ്ടാക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വ ഭാവങ്ങൾ, അന്ത്യജൻ അഗ്രജൻ എന്ന ഭാവങ്ങൾ ഒക്കെ ഉണ്ട് എങ്കിൽ അതിനെ ദൂരീകരിച്ചുകൊണ്ട് ഏവരും സമമാണ്, എല്ലാവരും ഒരേ ഭാരത പുത്രന്മാരാണ്, ഈ ഭാരതാംബയുടെ പുത്രന്മാരാണ് എന്ന സന്ദേശം സമാജത്തിനകത്ത് ലോകത്തിന് മുമ്പിലൊക്കെ വെക്കാൻ നമ്മളുടെ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കാര്യമല്ല അത്. പക്ഷേ
കേരളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയമായ സ്വഭാവത്തോടു കൂടി മാത്രം ഇരിക്കുന്നതാണ്, വർഗീയ സ്വഭാവത്തോടു കൂടി മാത്രമാണ് ഇരിക്കുന്നത് എന്നൊക്കെ പ്രചരിപ്പിച്ചാൽ മാത്രമേ അവർക്കൊക്കെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അവരതിൻ്റെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ടത് ആ കാര്യങ്ങൾ. അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷേ അതവിടെ നടക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ സമാജത്തിനകത്ത് ഈ പറയുന്ന ഉച്ചനീചത്വ ഭാവങ്ങൾ നല്ല പരിധി വരെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. സംഘടനകൾക്കകത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ജാതി, അടുത്ത് കൂടെ നിൽക്കുന്നവൻ്റെ ജാതി ഏതാണ്, സമുദായം ഏതാണെന്ന് അവർക്ക് അറിയില്ലാത്ത സാഹചര്യം നമുക്കൊക്കെ പലരിൽ നിന്നുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയും സമാജത്തിനകത്തൊരൈക്യം രൂപപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ സമാജത്തിനകത്തെ ആചാര്യന്മാരുടെ, സന്യാസി വര്യന്മാരുടെ ഒരു ഏകോപനം, സന്യാസിമാരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഉപദേശങ്ങൾ, മാർഗദർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്തും അതുപോലുള്ള മറ്റ് ഹൈന്ദവ സംഘടനകളുമൊക്കെ പ്രവർത്തിച്ചു പോരുന്നത്. കേരളത്തിൽ ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ഈ സന്യാസി സംഘടനയാണ് മാർഗദർശക മണ്ഡലം. മാർഗദർശക മണ്ഡലത്തിന് കീഴിൽ എല്ലാ പരമ്പരകളിലും അവിടെ ഏതെങ്കിലും പരമ്പര അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരിലോ ഒക്കെ ഉള്ള വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്ന, ഒരേ മാർഗത്തിലേക്ക് വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരൊക്കെ തന്നെയും എന്ന തിരിച്ചറിവോടുകൂടി എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിപ്പിക്കാൻ ഉള്ള ശ്രമമാണ് നാളിതുവരെയും മാർഗദർശക മണ്ഡലം നടത്തിയിട്ടുള്ളത്. വിശ്വഹിന്ദു പരിഷത്ത് അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി വരുന്നുണ്ട്. എല്ലാ സമ്പ്രദായത്തിലും പെട്ടുള്ള സന്യാസിമാരെ ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് ആദരപൂർവം കാണുകയും അവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ആണ് ഭാരതത്തിൽ മാർഗദർശക മണ്ഡലം വിഭാവനം ചെയ്തിട്ടുള്ളത്, കാട്ടിത്തരുന്നത്. അപ്പോൾ ഇതൊക്കെയും വഴി ഒരു സാമാജിക സമരസത നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഭാഗങ്ങളുടെ ഒക്കെയും ആചാര്യന്മാരുടേതാവട്ടെ, സന്യാസി വര്യന്മാരുടേതാവട്ടെ, സംഘടനാ പ്രവർത്തകരുടേതാകട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനം വഴി ആണ് വാസ്തവത്തിൽ ഈ ഒരു സാമാജിക ജാഗരണം വിശ്വഹിന്ദു പരിഷത്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുവഴി രാഷ്ട്രത്തിൻ്റെ പഴയ ആർജവത്തിലേക്ക് പൈതൃക മൂല്യങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ട് നമ്മളുടെ സ്വത്വം എന്താണോ അതിനെ കൃത്യമായും ലോകത്തിനു മുമ്പ് തിരിച്ചുപിടിച്ച് ലോകത്തിനു മുമ്പ് കാട്ടിക്കൊടുക്കുന്ന സ്വഭാവം ഹിന്ദുവിൻ്റെ വൈജ്ഞാനികമായ ശക്തി എന്താണ്, ഹിന്ദുവിൻ്റെ മറ്റുള്ളവരോടുള്ള ഇടപെടലിൻ്റെ അതിലുള്ള ഒരു കരുതൽ സ്വഭാവം എന്താണ്, ഇതെല്ലാം അവൻ്റെ ആചരണങ്ങളാണെങ്കിലും അവൻ്റെ സങ്കല്പങ്ങളാണെങ്കിലും ഒക്കെ ഏത് വിധത്തിലാണ് എന്ന് പ്രദർശിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഹൈന്ദവ സംഘടനകൾ നടത്തിപ്പോരുന്നത്. അതിൻ്റെ ഒക്കെ ഫലമായിട്ട് വലിയൊരു ജാഗരണം ദേശത്തുണ്ടായിട്ടുണ്ട്. ദേശത്തിൻ്റെ സ്വത്വം ഇത് ഹിന്ദുത്വമാണ് എന്ന് മറ്റുള്ളവരും സമ്മതിക്കുന്ന ഒരു സ്വഭാവവും ഇതിൻ്റെയൊക്കെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഭാരതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഭാരതത്തെ കൂടുതൽ ലോകം മാനിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ ധർമ്മത്തിൻ്റെ പേരിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ശക്തിയോടുകൂടി വരും കാലങ്ങളിലും നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. ആ നിലനിർപ്പ് വഴി നമുക്ക് ധർമ്മത്തിൻ്റെ സ്വരൂപം കൃത്യമായും വിളക്കിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി.